നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാം എന്നെ അരുണിന്റെ കാറിൽ കയറ്റി വിട്ടതാ. എന്നിട്ട് അരുൺ എവിടെയാണെന്ന് നീ ചോദിച്ചോ? ഇറക്കി വിട്ടു. മനഃപൂർവ്വം എന്നെ വഴിയിൽ ഇറക്കി വിട്ടു. കാറിൽ നിന്ന് ഇറങ്ങാതിരുന്ന എന്നെ തള്ളിയിട്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പാവം ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറിയ ഞാൻ ഇവിടെ എത്തിയത്. അവൻ എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞില്ലേ? എവിടെ പോകുന്നോ എന്നോട് പറയാനോ? സിംഹത്തെ പോലെ അരുൺ എന്നെ കടിച്ചു കീറാൻ നിൽക്കല്ലേ? അരുൺ അത്രയ്ക്കായി എന്നാ അവനെ കൊണ്ട് വരട്ടെ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്റെ കാര്യം. അതെ, നീ അരുണിനെ ഫോൺ ചെയ്യും. എവിടെ ഉണ്ടെങ്കിലും ഇതാ ഇപ്പൊ വീട്ടിൽ എത്തണമെന്ന് പറയണം. ശരി അച്ഛാ. എന്തായാലും കരുതിയത് മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാണ്. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഇന്ന് രണ്ടിലൊന്ന് നടക്കും. അരുൺ വരുന്നുണ്ട്. അരുൺ അവിടെ നിൽക്ക്. അരുൺ എന്ത് ഭാവിച്ച കുടുംബത്തെ ആകെ നാണം കെടുത്തി നീ അടങ്ങും അല്ലേ? ഐശ്വര്യ എവിടെ വാ. ഇവളല്ലേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അരുണിനോടാ ഞാൻ ചോദിക്കുന്നത്. നീ താലി കെട്ടി കൊണ്ടുവന്ന ഐശ്വര്യ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അച്ഛൻ ചോദിച്ചുകൊണ്ട് ഞാനതിന് മറുപടി പറയുന്നില്ല. ഇല്ലെങ്കിൽ പഠിക്കണ്ട പറയടാ. ഇതുപോലെ മനുഷ്യരെ ശല്യം ചെയ്ത് നടക്കുന്നവരെ വെട്ടി നുറുക്കി കടലിലൊഴുക്കണം. വിഷം കൊടുത്ത് ശ്യാമയും കുഞ്ഞിനെയും കൊല്ലാൻ ഒരുങ്ങിയ അന്ന് തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് ഇതുപോലെ സംസ്കാരമില്ലാത്ത ഒരുത്തിയെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാ അന്ന് ഞാനത് ചെയ്യാത്തത്. എനിക്കിപ്പോ ഞാൻ സ്നേഹിച്ച, ഞാൻ ഇഷ്ടത്തോടെ താലി ചാർത്തിയ, എന്റെ കുഞ്ഞിന് ജന്മം നൽകിയ, ഞാൻ സ്നേഹിക്കുന്നൊരു ഭാര്യയുണ്ട്. എന്റെ മോൾക്കിനി അവളുടെ അച്ഛനെ വേണം. ആ സ്നേഹവും സംരക്ഷണവും വേണം. അല്ലാതെ ഇതുപോലൊരു അഹങ്കാരിയെ കൊന്നിട്ട് ജയിലിൽ പോയി അവസാനിപ്പിക്കാനുള്ള അല്ല എന്റെ ജീവിതം. ഇല്ല ചാ, നിങ്ങളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുക. ഞാനിവിടെ ഇറങ്ങാം. എല്ലാറ്റിനും എല്ലാവരോടും വാ.
അരുൺ എടാ മോനെ അരുൺ അമ്മേ ഞാൻ ഇറങ്ങാം. മോനെ എടാ. ഏട്ടാ ഏട്ടാ എന്താടാ ഇല്ല ഏട്ടാ, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. മോനെ നിക്ക്. അരുൺ അരുണേട്ടാ അഖിൽ പോയി വിളിക്ക്. ചെന്ന് വിളിക്കണം അവനെ. മോനെ മോനെ അരുണേട്ടാ അരുൺ അരുണേട്ടാ ഏട്ടാ. മോനെ നിക്ക്. അരുണേട്ടാ ഈ വീട്ടിൽ നിന്ന് പോവല്ലേ? നിങ്ങളാരും പേടിക്കണ്ട. എന്തായാലും അബിയുടെ അടുത്തേക്കല്ല. അരുണേട്ടാ എന്നെ ഇവിടെ നിന്ന് പോവരുത്. പ്ലീസ് ഏട്ടാ പോവരുത്. ഏട്ടാ പ്ലീസ് പോരുത്. ഏട്ടാ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാനും അബി സാർ ഇവിടേക്ക് തിരിച്ചു വന്നത് നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാനാ. എന്റെ കുഞ്ഞിനെ ഐശ്വര്യടുത്തി നശിപ്പിക്കാൻ ശ്രമിച്ച ഇഷ്യുവാ ഇതിനെല്ലാം കാരണം. പക്ഷെ ഏട്ടൻ പോയി ഈ നിമിഷം ഞാൻ അഖിൽ സാർ ഇവിടെ നിന്ന് ഇറങ്ങും. അത് ഉറപ്പാ. അതെ. ശ്യാമേ, ഞാൻ പോയി എന്ന് കരുതി ശ്യാമയ്ക്കും അക്കിക്കും ഈ വീട്ടിൽ നിന്നൂടെ? അത് വേണ്ട. ഞങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്നത് അഖിൽ സാറും അരുണേട്ടനും ആദ്യേട്ടനും നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന ഈ കുടുംബത്തിലാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശ്യാമയം, എനിക്കറിയാം. പക്ഷേ ഐശ്വര്യയുടെ പ്രകടനം ശ്യാമയും കണ്ടതല്ലേ? എന്നെ നാണം കെടുത്തി കളഞ്ഞില്ലേ അവള്? ശരി, എല്ലാം മറന്ന് ഇവിടെ നിൽക്കാന്ന് കരുതിയാ എനിക്കൊരു നിമിഷ സമാധാനം തരുമോ അവള്? ഇല്ലല്ലോ. ഏട്ടൻ പറയുന്ന എല്ലാം ശരിയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒന്നിച്ച് കഴിയുന്നത് കാണാനാ എത്ര സുഖമില്ലെങ്കിലും ഞാൻ അശ്വതീശ്വരെ വീട്ടിലേക്ക് ഓടിയെത്തിയത്. ഏട്ടൻ അത് മറക്കരുത്. ഏട്ടാ ഇത് ഏട്ടനോട് ഒരു അനുജത്തി പറയുകയാണെന്ന് കരുതിയാൽ മതി. പോരുത്. സ്വന്തം അനുജത്തിയായിട്ടാ അരുണേൻ എന്നെ കാണുന്നതെന്ന് എന്റെ വിശ്വാസം. അപ്പോ അനുജത്തി പറഞ്ഞ അരുണേട്ടൻ കേക്കില്ലേ? ഇല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.